ശ്രീമതി KC റോസമ്മ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. മറ്റ് സ്റ്റാഫുകളുടെ പേര് വിളിക്കുമ്പോൾ ദയവായി മുന്നോട്ട് കടന്നു വന്ന് ഞങ്ങൾ നിങ്ങളെ മാനിക്കുന്നതിൻ്റെ അടയാളമായി ഈ ഉപഹാരങ്ങൾ സദയം സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ശ്രീമതി ശോഭന കുമാരി, ശ്രീമതി സരസ്വതി, ശ്രീ രാജേഷ്, ശ്രീമതി സരസമ്മ, ശ്രീമതി രാജമ്മ, ശ്രീമതി മഡോണ, ശ്രീമതി ശോഭ, ശ്രീ സൈറസ്, ശ്രീ രഘു, ശ്രീ സദാശിവൻ. ഇവരെല്ലാവരും സരസ്വതിയെ വളരെയേറെ സഹായിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കൂടുതൽ സമയം സരസ്വതിയോടൊപ്പം ഞങ്ങൾ കണ്ടിട്ടുള്ള ശ്രീമതി ലില്ലി. എല്ലാ പ്രിയപ്പെട്ടവരോടും നിങ്ങളുടെ സേവനത്തെ സഹകരണത്തെ ഞങ്ങൾ മാനിക്കുന്നതിനൊപ്പം നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു. സരസ്വതിയുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. 1955 ജാനുവരി 10 പത്തനംതിട്ടയിലെ കുമ്പളാംപൊയ്കയിൽ പള്ളിക്കൽ ശ്രീ PG തോമസിൻ്റെയും ശ്രീമതി അന്നമ്മ തോമസിൻ്റെയും ഏറ്റവും ഇളയ മകളായി ജനനം. 1960 പോളിയോ രോഗബാധിതയായി ശരീരം തളർന്നപ്പോഴും തളരാത്ത മനസ്സും അചഞ്ചലമായ ദൈവാശ്രയവും കൈമുതലായി ഉണ്ടായിരുന്നു. ഔപചാരിക സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കാത്ത വ്യക്തി 1ാം ക്ലാസ്സിലെ ആദ്യ ദിനങ്ങളിൽ മനസ്സിൽ കോറിയിട്ട അക്ഷരങ്ങളുടെ ബലത്തോടെ പുസ്തക ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. സ്വയ പരിശ്രമത്തിലൂടെ മലയാളവും ഇംഗ്ലീഷും വായിക്കുവാൻ പഠിച്ചു. 1978 ചെഷയർ ഹോമിൽ അംഗമായെത്തി. കമിഴ്ന്നു കിടന്നുകൊണ്ട് ഒരു കണ്ണുകൊണ്ട് മാത്രം വായിച്ച് താൻ നേടിയെടുത്ത അറിവിൻ്റെ മഹാസാഗരം പൊതുപ്രയോജനത്തിനായി പുസ്തക രൂപത്തിൽ പുറത്തുവന്നു. സരസ്വതി സമൂഹത്തിന് വെളിയിൽ നിന്നുകൊണ്ട് സമൂഹത്തെ നോക്കിക്കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞ നഗ്നസത്യം മറ്റൊന്നല്ലായിരുന്നു. സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നതും എന്നാൽ ഏറ്റവും ആവശ്യം വേണ്ടതും ആത്മവിശ്വാസമത്രേ. അതുകൊണ്ട് ചോർന്നു പോകുന്ന ആത്മവിശ്വാസത്തെ തടകെട്ടി സൂക്ഷിക്കുക എന്നതായിരുന്നു പിന്നോട്ടുള്ള ഉദ്യമങ്ങളെല്ലാം. സംഭാവനകൾ കമിഴ്ന്നു കിടന്നുകൊണ്ട് വിരലുകൾ ചരിച്ചു പിടിച്ച് ഒരു ദിവസം ഒരു പേജ് എന്ന കണക്കിൽ 100 കണക്കിന് പേജുകൾ എഴുതിക്കൂട്ടി ഈടുറ്റ നിരവധി സംഭാവനകൾ. 1998 എഴുതാൻ ആരംഭിച്ച ആത്മകഥ 2000 ഇതാണെൻ്റെ കഥയും ഗീതവും എന്ന പേരിൽ പുറത്തിറങ്ങി. 2002 തിന്മകൾക്കെതിരെയുള്ള ശക്തമായ മറുപടി എന്നോണം അഭിനയ തിയേറ്ററിന് വേണ്ടി സാമൂഹിക നാടകം രചിച്ചു. ഫയർ ഓഫ് ദി സോൾ അഥവാ കനൽ പോടുകൾ എന്ന പേരിൽ ദൂരദർശനിൽ ടെലിഫിലിം സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചു. ചെഷയർ ഹോമിലെ അന്തേവാസികളാണ് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത് എന്നത് ശ്രദ്ധേയമാണ്. 2000 പ്രസിദ്ധീകരിച്ച ജയത്തിനുണ്ടോ കുറുക്കു വഴികൾ എന്ന ഗ്രന്ഥം
ജീവിതത്തിൽ അർത്ഥം കാണാതെ നിരാശയിൽ ചുറ്റിത്തിരിയുന്ന അനേകർക്ക് പ്രത്യാശയും ഉന്മേഷവും ധൈര്യവും നൽകി. സുപ്രസിദ്ധ സുവിശേഷകനായ റേച്ചൽ ബെന്നിയെ കുറിച്ച് എഴുതിയ സ്നേഹദൂതുമായി ജയിലുകളിൽ എന്നത് മറ്റൊരു ശ്രദ്ധേയ കേന്ദ്രം. 2009 ടൈംസ് ഓഫ് ഇന്ത്യയിലും തുടർന്ന് ഹിന്ദു ദിനപത്രത്തിലും സരസ്വതിയുടെ ഫീച്ചർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. സന്ദർശിച്ച പ്രമുഖർ ലിയോണാർഡ് ചെഷയർ, മദർ തെരേസ, ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി, യേശുദാസ്, അഭിവന്യ തിരുമേനിമാർ, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർ, മന്ത്രിമാർ, MLA മാർ തുടങ്ങിയ അനേകർ. ഏറ്റവും വലിയ അഭിമാനമായി കരുതുന്നത് ഒന്നും പഠിച്ചിട്ടില്ല എന്ന സത്യം. തൻ്റെ ഏറ്റവും വലിയ ഊർജ സ്രോതസ്സ് യേശുക്രിസ്തു, തൻ്റെ വിലയേറിയ പ്രാർത്ഥന, വിക്കനായ മോശയുടെ കയ്യിലെ വടി പോലെ എന്നെയും കയ്യിലെടുക്കണമേ, കാരുണ്യത്തിൻ്റെ തൂവലായി മോചനത്തിൻ്റെ വടിയായി എന്നെയും രൂപപ്പെടുത്തണമേ. ധൈര്യപ്പെടുത്തിയ വാക്യം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സരസ്വതിയുടെ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തൽ ഇന്ന് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരിൽ ശാരീരിക അംഗവൈകല്യം വ്യാപിച്ചവർ ഒട്ടും തന്നെ ഇല്ല എന്നുള്ളത്. മാനസിക വൈകല്യവും ആത്മവിശ്വാസക്കുറവുമാണ് ആത്മഹത്യക്ക് കാരണം. തന്റെ പ്രത്യാശ മേഘത്തിനും മീതെ പ്രഭ ചൊരിയുന്ന സൂര്യനെ പോലെ പാതയുടെ അങ്ങേയറ്റത്തായി നിന്റെ മുഖമുണ്ടല്ലോ, അവിടെ ഞാൻ എത്തുമ്പോൾ വഴിയുടെ മുഴുവൻ കാഠിന്യവും ഞാൻ മറന്നിരിക്കും. വൈകല്യം ബാധിച്ച മനസ്സും ആരോഗ്യമുള്ള ശരീരവുമായി കുടുംബത്തിനും സമൂഹത്തിനും തീരാ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ യുവതലമുറയ്ക്ക് മുൻപിൽ നമുക്ക് അഭിമാനത്തോടെ അവതരിപ്പിക്കാം. അതെ, സരസ്വതി, ബഹുമാനിയായ സരസ്വതിയെ തന്റെ സാക്ഷ്യത്തിനും ഒരു ഗാനം ആലപിക്കുന്നതിനുമായി സസന്തോഷം വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അല്ല, ഇവിടെ എല്ലാവരും എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇന്നിപ്പം ഞാനൊന്നും പറയാനില്ലല്ലോ. എല്ലാവരും എന്നെക്കുറിച്ച് പ്രസംഗിച്ചു. യേശുവിനെ കുറിച്ച് പറഞ്ഞതിനേക്കാളും കൂടുതൽ എന്നെക്കുറിച്ച് തന്നെ പറഞ്ഞു. അല്ല, ഇത്രയേറെ പറയാനും വേണ്ടി എനിക്കുണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട് കേട്ടോ. പക്ഷേ നന്ദി, ഇത്രയും സ്നേഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഇനി ഒരു 60 വർഷം കൂടെ ജീവിക്കാൻ എനിക്ക് സന്തോഷമാണ് കേട്ടോ. ഞാൻ ആകെ 60ാമത്തെ ബർത്ത്ഡേ വന്നപ്പം ഒരു വർഷം കൊണ്ട് ആഗ്രഹിച്ചൊരു കാര്യം, നല്ല കുറച്ച് പാട്ടുകൾ ഇവിടെയുള്ളവർക്ക് വന്ന് ആരെയെങ്കിലും വിളിച്ച് ഒന്ന് പാടിക്കേൽപ്പിക്കണമെന്നായിരുന്നു. ഞാൻ കേരളത്തിലെ ക്രൈസ്തവ ഗായകരിൽ അറിയപ്പെടുന്ന ഒരാളുടെ പാട്ടാണ് ഇന്നിവിടെ കേട്ടത്. ഞാൻ ആഗ്രഹിച്ചതിലും നനച്ചതിലും അപ്പുറമായിട്ട് ദൈവം ചെയ്തതുകൊണ്ടാണ് ഇന്ന് സെനോ തോമസ് ഒക്കെ ഇവിടെ വന്ന് പാടിയത്. അത് എൻ്റെ ജന്മദിനത്തിൻ്റെ ഒരു സന്തോഷ കൂടിവരവിലായല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. ഞാനതിനു വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും ക്രമീകരിച്ചില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം ഒരാഗ്രഹം സാജുവിൽ കൂടെ അങ്ങ് സാധിച്ചു തന്നതാണ്. നന്ദി സാജു. എല്ലാവരുമൊക്കെ എന്നെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്തോ ഇനി ഇവിടെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാം, എനിക്ക് യേശുക്രിസ്തുവിനെ കൊച്ചിലെ തൊട്ടേ അറിയാം. പക്ഷേ വലിയ ഒരു എല്ലാവരുമൊക്കെ പാടുകയും പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അത്യാവശ്യം ദൈവത്തെ ശല്യപ്പെടുത്താതെയൊക്കെ ജീവിച്ചു പോകുന്ന ഒരാളായിരുന്നു കേട്ടോ. എത്ര അത്യാവശ്യം ഉണ്ടെങ്കിലേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും കൂടുതൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അതന്ന് ഇന്നൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ദൈവത്തിന് വേണ്ടി വലിയ ഫലമൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല
കാണുന്നവർക്ക് എല്ലാവരും അഭിപ്രായം ഉണ്ടാകുന്ന രീതിയിലൊക്കെ ഇവിടെ കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. പിന്നെ അല്പസ്വല്പമൊക്കെ മൂളിപ്പാടുകയൊക്കെ ചെയ്യും. ഇതിലേറെ സാക്ഷ്യമല്ലോ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത്, സത്യത്തിൽ ദൈവത്തിന് വേണ്ടി ചിരിക്കുകയാണ് ചെയ്യുന്നത്. അത് കൂടുതലും ദൈവം എനിക്ക് ചിരിക്കുന്ന ഒരു ഹൃദയം. ദൈവം എല്ലാം കൈ കൊണ്ടല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവക്കൊരു ചിരിക്കുന്ന മുഖം ഇരിക്കട്ടെന്ന് കണ്ട് ഒരു നല്ല മുഖം ഉണ്ടാക്കി തന്നതുകൊണ്ടാണ്. ദൈവം കൈ കൊണ്ട് ഓരോന്നും ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഒരു പ്രത്യേകത ഒരാളിനെ പോലെ മറ്റൊരാളില്ല എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ഇത്രത്തോളം ദൈവം അനുഗ്രഹമായിട്ട് നടത്തിയല്ലോ എന്ന്. ഇന്നലെയാണ് കേട്ടോ, ഇന്നലെയാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇത്രത്തോളം ദൈവം എന്നെ നന്നായിട്ട് കിടത്തിയല്ലോ എന്ന് പറ. അല്ല, നടത്തിയല്ലോ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ചെറിയ വ്യാകരണ പിശകുണ്ട്. അതുകൊണ്ട് പിന്നെ നന്നായി കിടത്തിയല്ലോ എന്ന് പറയാൻ പറഞ്ഞു. അതിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇവർ കുറേ ഏറെ ആളുകളുടെ സ്നേഹവും കൂട്ടായ്മയും സഹകരണമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത് തന്നെ. കാരണം എൻ്റെ നല്ല ഓർമ്മയിൽ ഈ ബോബി ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്ന ബോബിക്കൊക്കെ അറിയാം ഞാൻ എത്ര പ്രാവശ്യം അങ്ങ് അക്കരെ നാടിൻ്റെ വാതിൽ വരെ എത്തിയിട്ട് തിരിഞ്ഞു വന്നതാണെന്ന്, തിരിച്ചു വന്നതാണെന്ന്. എനിക്ക് തന്നെ വിശ്വാസമില്ല ഇപ്പോഴും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അത്രത്തോളം അങ്ങേറ്റം വരെ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളും കൂടി ഇവിടെ ജീവിച്ചിട്ട് തിരിച്ചു വരാൻ കുറച്ച് പേരെ കൂടെ എൻ്റെ ചിരി കാണിക്കാൻ ദൈവം എന്നെ ഇങ്ങോട്ട് വിട്ടതാണ് കേട്ടോ. അതുകൊണ്ട് ഇത്രയൊക്കെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു ദിവസം എനിക്ക് ജീവിതത്തിലുണ്ടായ 1-2 അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും ദൈവം എനിക്ക് വലിയ എന്നെ ധൈര്യപ്പെടുത്താനും എന്നെ ഫലം ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ദൈവം ചെയ്ത ചില കാര്യങ്ങൾ, അത് വേറെ ആരിലൂടെയെങ്കിലും എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരുമോ, ഉപദേശിച്ച് തരുമോ, പ്രോത്സാഹിപ്പിക്കുകയോ ഒന്നും അല്ല ചെയ്തത്. ദൈവം തന്നെ നേരിട്ട് ചെയ്തതാണ്. അതിൻ്റെ ഒരു 20 വർഷത്തിന് മുമ്പേ ഉള്ളൊരു ദിവസം രാവിലെ എന്നും വേദോസ്തവം വായിക്കും. ആ കൂട്ടത്തിൽ വേദോസ്തവം വായിക്കാൻ എടുത്തിട്ട് ഇങ്ങനെ പേജുകൾ മറിച്ച് നോക്കിയപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബൈബിൾ സൊസൈറ്റിയുടെ ആ പഴയ ബൈബിൾ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു ദിവസം രാവിലെ ബൈബിള് മറിച്ച് ഞാൻ വായിക്കുന്ന ഭാഗത്തേക്ക് എത്തുമ്പോൾ ആ ബൈബിളിൽ ഒരു പേജിൽ ഒരു 3-4 വരികൾ സാധാരണ കവിഞ്ഞ് കറുത്ത നിറത്തി കാണുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിത് 10-20 വർഷമായിട്ട് വായിച്ചിട്ട് ഇങ്ങനൊരു ഭാഗം ഈ ബൈബിളിലുണ്ടെന്ന് കണ്ടില്ലല്ലോ, ഇതെന്താണെന്ന് നോക്കാമെന്ന് കണ്ട് നോക്കി. പക്ഷെ ഞാനത് വായിക്കാൻ ശ്രമിച്ചപ്പം ഈ ബൈബിളിലെ ആ അക്ഷരങ്ങൾ എൻ്റെ മുന്നിൽ വളർന്ന് വലുതായി വരുന്നതാണ് കണ്ടത്. കുറച്ച് തടിച്ച് കനത്ത പ്രൊജക്റ്റ് ചെയ്ത് എൻ്റെ നേരെ വളർന്നു വരുന്ന ആ അക്ഷരങ്ങൾ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ അങ്ങ് വലിയ ഭയങ്കര പേടി തോന്നി. ഞാൻ അവിടെ അങ്ങ് അടച്ചു വെച്ചു. എന്നാൽ എനിക്കറിയായിരുന്നു ഇത് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ എവിടെയോ ആണെന്നൊരു ഊഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ പ്രവാചകന്മാരുടെ പുസ്തകത്തിലോട് പിന്നെ എടുക്കാൻ പേടിയായിരുന്നു. കാരണം ഈ വചനത്തിന് ജീവനുണ്ട്, ചൈതന്യമുണ്ട്, മൂർച്ചയുള്ള ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. പക്ഷേ ഇത്രയും ഭയങ്കരമായിട്ട് എന്നോട് പ്രവർത്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അത് കാണാനുള്ള പേടിയോണ്ട് കുറച്ച് നാൾ ഏതാനും മാസങ്ങളോടും ഞാനതൊന്ന് മാറ്റി വെച്ചിരുന്നു. പിന്നെ ഏതായാലും തപ്പി നോക്കി കണ്ടെടുത്തു. രമ്യ പ്രവചനം 2:20 തോന്നുന്നു. ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിയായി തീർന്നത് എങ്ങനെ എന്നായിരുന്നു ആ വാക്യം. ആ വാക്യമാണ് എൻ്റെ മുമ്പിൽ വളർന്നു വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനൊരു കാട്ടുമുന്തിരിയാണ്. നല്ല മുന്തിരിയുടെ ഫലമൊന്നും എനിക്ക് ഉണ്ടാകുന്നില്ല. ഞാൻ വെറുതെ ഇങ്ങനെ ജീവിക്കുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ.
അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലെ പേടിയൊക്കെ തോന്നിയതൊക്കെ ശരിയായിട്ടുള്ള കാര്യമായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയുണ്ടായി. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരുപാട് വിനയപ്പെട്ടു. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, കർത്താവ് പറഞ്ഞിരിക്കുന്നത്, തന്നെക്കാൾ അധികമായിട്ട് എന്തിനെ സ്നേഹിച്ചാലും അപ്പനെയോ അമ്മയെയോ ഭാര്യയോ മക്കളെയോ എന്തിനായിരുന്നാലും അത് അവൻ്റെ വിഗ്രഹമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലും കുറേ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ എടുത്ത് മാറ്റിക്കളഞ്ഞാലേ എനിക്ക് ഫലം കായ്ക്കാൻ കഴിയുള്ളൂ എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് വന്ന് ദൈവത്തിൻ്റെ കയ്യിൽ ഞാൻ കൂടുതലായിട്ട് വിനയപ്പെട്ടു. ദൈവമേ എന്നെ ഉപയോഗിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനൊരു ഫലമുള്ള തരുവായിട്ട് തീരാൻ എന്നെ സഹായിക്കണേ എന്നൊക്കെ അപേക്ഷിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് എങ്കിലും ഫലം ഉണ്ടായത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ആരും പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന് തന്നെ ഇത് ഒരു മനുഷ്യൻ്റെ മനസ്സിനോട് ഇടപെടാൻ ദൈവത്തിന് ഈ അക്ഷരങ്ങളെ ഉപയോഗിക്കാനുള്ള കഴിവുണ്ട്. ഈ അക്ഷരങ്ങൾക്ക് ജീവനുണ്ട്, അതിന് ചൈതന്യമുണ്ട്. അത് ഇരുവായുത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞ് ഫലിപ്പിച്ചില്ലെങ്കിലും ദൈവത്തിന് അത് ഉപയോഗിക്കാൻ കഴിയും വേണ്ട സ്ഥാനത്ത്. അതാണ് ദൈവം എന്നെ ചെയ്തത്. പിന്നെ ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടെങ്കിലും എൻ്റെ മനസ്സിലേക്കും ഈ സാത്താന് നിരാശയും ആകുല ചിന്തയും, അത് സാധാരണ മനുഷ്യനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും കൊണ്ടുവന്നിടാറുണ്ട്. അങ്ങനെ ഞാൻ വളരെ വിഷമത്തോടെ ആയിരുന്ന ഒരു സന്ദർഭത്തിൽ ദൈവം എന്നെ ധൈര്യപ്പെടുത്താൻ വേണ്ടി തന്ന ഒരു ദർശനത്തിൻ്റെയെന്നോ സ്വപ്നത്തിൻ്റെയെന്നോ ഒക്കെ പറയാവുന്ന ഒരു അനുഭവമാണ് ഇനി ഞാൻ പറയുന്നത്. ഞാനങ്ങനെ വ്യാകുലപ്പെട്ടു, കുറച്ച് വിഷമങ്ങളൊക്കെ വന്നു. പക്ഷെ മനുഷ്യരോട് ആരോട് ഈ വിഷമങ്ങളൊന്നും പറഞ്ഞില്ല, പറഞ്ഞത് ദൈവത്തോട് തന്നെയാണ്. അങ്ങനെ ഞാൻ ഉറങ്ങുമ്പോൾ അതൊരു ദർശനമായിരുന്നോ സ്വപ്നമായിരുന്നോ അതെൻ്റെ ഒരു പെട്ടെന്നുണ്ടായ എന്തോ ഒരു അനുഭവം എനിക്ക് അറിയില്ല. ഞാൻ ഉറങ്ങിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. അതും ഒരു 20 വർഷത്തിന് അകം ഉണ്ടായൊരു കാര്യമാണ്. അത് 95-ന് ശേഷം ഉണ്ടായ അനുഭവമാണ്. പെട്ടെന്ന് എൻ്റെ മുറിയുടെ കഥ അടച്ചിട്ടിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലെ മുറിയിലാണ് കിടക്കുന്നത്. ആ മുറിയുടെ കഥയിൽ ആരോ വന്ന് കൊട്ടി. ഞാൻ പറഞ്ഞു ആരാ കയറി വരാൻ പറഞ്ഞു. അപ്പോൾ ഒരു ചെറുപ്പക്കാരനായ പിതാവ് തൻ്റെ 2 ചെറിയ പെൺകുട്ടികളെയും കൊണ്ട് ആ മുറിയിലേക്ക് കയറി വന്നു. എനിക്കറിയാം, ആളിനെ അറിയാം, പക്ഷെ പേര് ഓർക്കുന്നില്ല. പക്ഷെ എനിക്ക് നല്ല പരിചയമുള്ള നല്ല അടുപ്പമുള്ള ഒരാളാണ്. അധികം പ്രായമില്ല. പക്ഷെ എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങട്ടെ. ഞാൻ ചോദിച്ചു മക്കളുടെ പേരെന്നാ. അപ്പോൾ ഈ വന്നയാൾ പറഞ്ഞു എൻ്റെ മൂത്ത മോള്, അവളുടെ പേര് ദയ എന്നാണ്. ദൈവത്തിൻ്റെ ദയ എന്നാണ് അവളുടെ മുഴുവൻ പേര്. എന്നാൽ ഞങ്ങളവളെ എപ്പോഴും ദയ എന്നാണ് വിളിക്കുന്നത്. ദയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളിവിടെ നിന്ന് നോക്കിയാൽ ദയ കണ്ടെന്ന് കഴിയില്ല, ദയ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അവളെപ്പോഴും ഈ മുറ്റത്തൊക്കെ പൂക്കളുടെ പിന്നാലെയോ ചെറിയ കിളികളുടെ പിന്നാലെയോ ചിത്രശലഭങ്ങളുടെ പിന്നാലെയൊക്കെ അങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ദയയുടെ സ്വഭാവത. പക്ഷെ നിങ്ങൾക്ക് അവളെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഇവിടെ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ചെറിയ കുട്ടിയുടെ പേര് രുചിച്ചറി എന്നാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പോൾ കൊച്ചു പേരുകളിടുന്ന ഒരക്ഷരമോ 2 അക്ഷരമോ ഒക്കെയുള്ള പേരുകളിടുന്നതാണ് ഫാഷൻ. അതുകൊണ്ട് ഈ മോളെ ഒന്നുകിൽ രുചി എന്ന് വിളിക്കണം, അല്ലെങ്കിൽ ചെറിയെന്ന് വിളിക്കണം. അതായിരിക്കും ഭംഗി, കേൾക്കാൻ കൂടുതൽ സുഖകരമായിട്ടുള്ള കാര്യം. അപ്പോൾ പറഞ്ഞു അല്ലല്ല, നിങ്ങൾ ഇവിടെ വിളിക്കുമ്പോഴൊക്കെ രുചിച്ചെറിയെന്ന് തന്നെ വിളിക്കണം, രുചിച്ചെറിയെന്ന് തന്നെ വിളിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ പേരിട്ടത്. ഞാൻ പെട്ടെന്ന് ഉണർന്നു. എനിക്ക് മനസ്സിലായി ദൈവം എന്നെ ധൈര്യപ്പെടുത്താനായിട്ട് നൽകിയ ഒരു
സന്ദേശമാണെന്ന്. ദൈവത്തിൻ്റെ ദയ എപ്പോഴും, അത് നമ്മൾ കാണുന്നില്ലെങ്കിൽ തന്നെയും അത് ഈ പൂക്കളുടെയും കിളികളുടെയും ചിത്രശലഭങ്ങളുടെയും ഒക്കെ സംരക്ഷണത്തിന് പോലും ഉള്ളത് ദൈവത്തിൻ്റെ ദയയാണ്. അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കിയ മനുഷ്യനെ ദൈവം എത്രയേറെ സ്നേഹിക്കുന്നുണ്ട്, എത്രയേറെ കരുതുന്നുണ്ട്, എത്രയേറെ സംരക്ഷിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ ദയ ഓരോ ദൈവ പൈതലും ഓരോ അവസരവും അവർക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ ദയ രുചിച്ചറിയാനുള്ളതാണെന്ന് ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ഞാൻ വിചാരിക്കുന്നു, എനിക്ക് നല്ല പരിചയമുള്ള പിതാവ്, ആ ചെറുപ്പക്കാരനായ പിതാവ് എൻ്റെ മുന്നിലേക്ക് വന്ന യേശു കർത്താവ് തന്നെയാണെന്ന്. യേശു കർത്താവിനല്ലാതെ ആർക്കാണ് ഇത്രയേറെ ദയുള്ളത്, ഇത്രയേറെ സ്നേഹമുള്ളത്, ഇത്രയേറെ മനുഷ്യരെ ആശ്വസിപ്പിക്കാൻ, അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ കഴിയുന്നത്? അതെ, ആ ദൈവത്തിന് യേശുവിൻ്റെ സ്നേഹമാണ് എനിക്ക് എല്ലാവരിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ആരും സ്നേഹിച്ചില്ലെങ്കിലും അങ്ങ് ഹിമാലയ പർവ്വതത്തെക്കാളും വലുതായിട്ട് ഒരു സ്നേഹം അവിടെ നിങ്ങോട്ട് ഒഴുകി വരുന്നെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ആ ഒരു സ്നേഹത്തിലാണ്, ആ ഒരു സ്നേഹത്തിൻ്റെ ചൂടിലാണ്, തണലിലാണ് ഞാൻ ജീവിക്കുന്നതെന്നുള്ള ഒരു ഉറപ്പ്, ധൈര്യം എൻ്റെ മനസ്സിൽ ദൈവം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ഇനി ഇവിടെ വന്ന് ഇത്രയൊക്കെ എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചെറുതായിട്ടൊരു പാട്ട് പാടാം അല്ലേ അച്ഛാ? അച്ഛൻ്റെ പാട്ട് തന്നെയാണോ പാടേണ്ടത്? റാഫി അച്ഛൻ എന്നൊരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞങ്ങളെ പാട്ട് പഠിപ്പിക്കുന്ന ആളാണ്. അച്ഛനൊന്ന് മുന്നോട്ട് വരണേ. ഇവിടുത്തെ കൂട്ടായ്മയിൽ വന്ന് ഞങ്ങളെ പാട്ട് പഠിപ്പിക്കുന്നത് ഈ റാഫി അച്ഛനാണ്. നിങ്ങളെല്ലാവരും ഉപകരണങ്ങൾ വെച്ച് പാടി, പിന്നെ ഉപകരണം ഇല്ലാതെ അങ്ങ് പാടിക്കട്ടെ. അച്ഛൻ്റെ പാട്ട് പാടട്ടെ. തുണയേശുവേ 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 തുണയായി നിൻ തിരുമൊഴി മാത്രമേ തുമ്പങ്ങളേറുമി മറുയാത്രയിൽ തുണയല്ലാതില്ലെനിക്കത് മാത്രമേ തുണയേകാൻ തുനിയുമ്പോ കൈവെടിയുമ്പോ തുണയേകും കൃപയാകും എന്നാശ്രയം തുണയേശുവേ തുണയേശുവേ തുണയായി നിൻ തിരുമൊഴി മാത്രമേ വനതാരവോരത്ത് നിഴലിടുമ്പോ മനസ്സിൻ സ്നേഹത്തെ ധ്യാനിച്ചിടും വനതാരവോരത്ത് നിഴലിടുമ്പോ മനസ്സിൻ സ്നേഹത്തെ ധ്യാനിച്ചിടും അപ്പോഴിൻ മനസ്സിൻ്റെ ആഴത്തിൽ നിന്നും ആയിരമായിരം സ്തുതി ഉയരും എൻ്റെ ദൈവത്തിനായിരം സ്തോത്രങ്ങളും തുണയേശുവേ തുണയേശുവേ തുണയായി നിൻ തിരുമൊഴി മാത്രമേ കാലാന്തികത്തിൻ്റെ
നിൻ പ്രത്യാശയാണിറങ്ങിയിടുമേ. തുണയേശുവേ, തുണയേശുവേ, തുണയായി നിൻ തിരുമൊഴി മാത്രമേ. തുമ്പങ്ങളേറുമി മറുയാത്രയിൽ നിൻ തുണയല്ലാതില്ലെനിക്കതു മാത്രമേ. തുണയേകാൻ തുനിയുമ്പോ കൈവെടിയുമ്പോ തുണയേകും കൃപയാണ് എന്നാശ്രയം. തുണയേശുവേ, തുണയേശുവേ, തുണയായി നിൻ തിരുമൊഴി മാത്രമേ. തുണയേശുവേ, തുണയേശുവേ, തുണയായി നിൻ തിരുമൊഴി മാത്രമേ. മനോഹര ഗാനത്തിനും സാക്ഷ്യത്തിനുമായി 1000 നന്ദി സരസ്വതി. ഈ ചെഷർ റൂമിന്റെ റൂൾസ് അനുസരിച്ച് അനുവദിച്ചു തന്നിരിക്കുന്ന സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കടന്നു വന്നിരിക്കുന്ന ഏവർക്കും നന്ദി രേഖപ്പെടുത്തുവാൻ ഗോസ്പൽ മീഡിയയുടെ കോർഡിനേറ്റർ മിസ്റ്റർ ബിജു ടി ജോർജിനെ സാദരം ക്ഷണിച്ചു.